ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിത്ത് സിനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അതിലുപരിയായിട്ട് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഫലപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ. അതുകൊണ്ട് ഏവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണമെന്ന അപേക്ഷയോട് ഞാനിന്ന് ബ്രിജിത്താമ്മയെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിന് പോയിരുന്നു ഞാൻ. കല്യാണത്തിന് പോയപ്പോൾ സാധാരണ ഒരു വളരെ നല്ല കല്യാണമാണ്. കല്യാണത്തിന് ധാരാളം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് നമുക്ക് മിന്നുകെട്ടിൻ്റെ ആ സമയം കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ ഒരു സ്ത്രീയെ കണ്ടു. നമ്മുടെ ആ വിവാഹം നടക്കുന്ന ഹോളിന് ഒരു കോർണറിലായിട്ട് ഒരു സ്ത്രീ ഇരുന്ന് ഒരു സ്ത്രീ അവിടെ വളരെയേറെ ഒരു എന്താ പറയുക മല്ലി കളറൊക്കെയുള്ള ആ ഒരു സാരിയൊക്കെ ഉടുത്തിട്ട് ഒരു സ്ത്രീ അത്യാവശ്യം നന്നായിട്ടൊക്കെയാണ് വസ്ത്രധാരണം ചെയ്തിരിക്കുന്നത്. പക്ഷേ നന്നായിട്ട് വസ്ത്രധാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും എന്തോ ചെറിയ നമുക്ക് കാണുമ്പോഴത്തേനും പുള്ളിക്കാരി അവിടെ നിന്ന് കരയുകയാണ്. ഒരു കല്യാണ പന്തലിൻ്റെ അതായത് നടക്കുന്ന ഹാളിൻ്റെ ഒരിടത്തിരുന്ന് ഒരു സ്ത്രീ കരയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് നമുക്കൊരു അങ്ങനെ സ്വാഭാവികമായിട്ട് നമ്മൾ വളരെ അപൂർവമായിട്ടാണ് അത്തരത്തിലുള്ളൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ ആഹ്ലാദത്തിൻ്റെ അങ്ങനെയുള്ള ഒരു മുഹൂർത്തമാണ് അവിടെ ഒരു ആളിരുന്ന് കരയുക എന്ന് പറയുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും അതിനകത്ത് നമുക്കൊരു അസ്വാഭാവികതയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് കരയുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് ആ സമയത്ത് കരയുകയില്ല. പെൺകുട്ടീനെ യാത്ര അയച്ച് വധൂവരന്മാർ വരൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ ചില മാതാപിതാക്കൾ അതായത് വധുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ചിലപ്പോൾ കരയുന്നതും കണ്ണു നിറയുന്നതും സങ്കടത്താൽ കെട്ടിപ്പിടിക്കുന്നതുമൊക്കെയുള്ള സംഗതികൾ കാണാറുണ്ട്. ഇപ്പോൾ അതൊരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു യാത്രയയപ്പിന് നമ്മൾ വീഡിയോയിൽ കാണുമ്പോഴത്തേനും പൊട്ടിക്കരയുന്നതും അങ്ങനെയുള്ള ഒരു സിനിമാറ്റിക് സ്റ്റൈലിലേക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കല്യാണം നടക്കുമ്പോൾ കല്യാണത്തിൻ്റെ ഹാളിലൊരു കസേരയിലിരുന്ന് ഒരു സ്ത്രീ കരയുന്നു. നമുക്ക് അപ്പോൾ ഒരാളിന് കരയുമ്പോഴത്തേനും എന്തുകൊണ്ടാണ് കരയുന്നത് എന്ന് നമുക്ക് ചോദിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഞാൻ കല്യാണത്തിൻ്റെ സംഗതികളൊക്കെ കഴിഞ്ഞു. പിന്നെ അടുത്ത ഭക്ഷണത്തിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്ന പാരീഷ് ഹാൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ അവിടേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ കുറച്ച് തിരക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അപ്പം ഞാൻ നോട്ട് ചെയ്തു. അപ്പോൾ ഈ സ്ത്രീയെ ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെ നോക്കി കാണുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ആളെ കണ്ടപ്പോഴേക്കും നമ്മളിങ്ങനെ സ്വാഭാവികമായിട്ട് ഇങ്ങനെ നോക്കുമല്ലോ. അപ്പോൾ പുള്ളിക്കാരി വീണ്ടും അവിടെ നിന്ന് കണ്ണുകൾ തുടച്ചിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ആ ഭാഗത്തേക്കൊന്നും വരുന്നില്ല. പുള്ളിക്കാരി പുറത്തേക്ക് നടക്കുകയാണ്. പുറത്തേക്ക് നടക്കുന്ന സമയത്ത് അവിടെ ഒരു എന്താ പറയുന്നത് ഈ എലഞ്ഞി മരങ്ങളുണ്ട്. എലഞ്ഞി മരങ്ങൾക്ക് ഇങ്ങനെ റൗണ്ടിന് കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് അല്പനേരം അവിടെ പോയി പുള്ളിക്കാരി അവിടെ ഇരുന്നിട്ട് കരയുകയും സ്വയം എന്തൊക്കെയോ പുള്ളിക്കാരി പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നിൽക്കുന്ന കുറെ ദൂരെയൊക്കെ നിൽക്കുന്ന ആളുകളെ ഈ കല്യാണത്തിന്റെ സംഗതികളാകുമ്പോൾ ആൾക്കാർ സെറ്റായിട്ടൊക്കെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ പറയുകയും ആർക്കും അറിയാൻ ശ്രദ്ധിക്കാനൊന്നും സമയമില്ല. പക്ഷേ ചില ആളുകൾ പുള്ളിക്കാരിയെ ശ്രദ്ധിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. കാരണം പുള്ളിക്കാരി അവിടെ നിന്ന് കരയുകയായിരുന്നു. കരഞ്ഞപ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചതായിരിക്കും. പുള്ളിക്കാരി ഇറങ്ങി വന്നു. ആ ഇലഞ്ഞി മരത്തിൻ്റെ ചുവട്ടിൽ ആ റൗണ്ട് കെട്ടിയിരിക്കുന്ന ഇലഞ്ഞി മരത്തിൻ്റെ അവിടെ ഒരു ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. അവിടെ വന്നിരുന്നതിന് ശേഷം പുള്ളിക്കാരി കരയുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ നിന്നിട്ടും പുള്ളിക്കാരിക്ക് ചെറിയ തോതിൽ കരയുകയും മുഖം തുടയ്ക്കുകയും എന്തൊക്കെയോ സ്വയം സംസാരിക്കുകയും എന്തൊക്കെയോ സ്വയം ഇങ്ങനെ പറയുകയും ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായിട്ടും എനിക്ക് ആ സ്ത്രീയോട് എനിക്കൊന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. ഞാൻ ആ സമീപത്തേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താണ് സങ്കടമാണെന്ന് തോന്നുന്നല്ലോ, കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നു, എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളിക്കാരി എന്നെ ഇങ്ങനെ തുറച്ചു നോക്കിയിട്ട് ഒന്നും സംസാരിച്ചില്ല. എന്നെ തുറച്ചു നോക്കിയിട്ട് പുള്ളിക്കാരി മിണ്ടാതെയിരുന്നു. കുറേ കഴിഞ്ഞപ്പോഴേക്കും ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ഇങ്ങനെ അപ്പോൾ എനിക്കെന്തോ ഒരാൾ നമ്മളോട് സംസാരിക്കാത്ത അവസ്ഥ വരുമ്പോഴേക്കും നമുക്ക് എന്തോ ഒരു അപാകത പോലെ തോന്നുമല്ലോ. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും 2 പെൺകുട്ടികൾ അവിടേക്ക് വേഗത്തിൽ ഒരു ഓട്ടോറിക്ഷയിൽ 2 പെൺകുട്ടികൾ അവിടേക്കും നടന്നു വന്നു. 2 പെൺകുട്ടികൾ ഓട്ടോറിക്ഷ വന്നിട്ട് ഇറങ്ങിയിട്ട് അവിടേക്ക് നടങ്ങി വന്നിട്ട് ഈ അമ്മയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മമ്മേ പോകാം, നമുക്ക് പോകാം, നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ആ വീട്ടിലേക്ക് പോകാം എന്ന് പറയുമ്പോൾ തന്നെ ആ കുട്ടിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ഞാൻ വരുന്നില്ല, ഞാൻ കല്യാണം കൂടി കഴിഞ്ഞില്ല, ഞാൻ വരുന്നില്ല എന്ന് പുള്ളിക്കാരി അല്പം ഉറക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 പേരാണ് വന്നത്. വന്ന പെൺകുട്ടികൾ 2 പേരായിരുന്നു.
അപ്പോൾ അവർ ആ സ്ത്രീയെ അനുനയിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. വരും നമുക്ക് പോകാം, ഓട്ടോറിക്ഷയ്ക്ക് ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നു, അമ്മമ്മ നമുക്ക് പോകാമെന്ന് പതുക്കെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ പെൺകുട്ടികൾ അവിടെ ഇരുന്ന് പുള്ളിക്കാരിയോട് വളരെയേറെ സമനസത്തോടു കൂടി അവിടെ അവർ ആ എലിഞ്ഞിത്തറയിൽ ഇരുന്നപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്ത് പറ്റി അമ്മച്ചിക്ക്, എന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേനും, ഇല്ല ഒന്നുമില്ല ചേട്ടാ, അല്ല ഞങ്ങൾ അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്, അമ്മാമ്മ എന്നാണ് വിളിച്ചത്, അമ്മാമ്മയെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴും എനിക്ക് അവരോട് സംസാരിക്കണം, എന്താണ് കാര്യങ്ങൾ അറിയാനുള്ളൊരു കുതൂഹലം. ട്രാവൽ സുനിൽ അങ്ങനെ സംഗതിയുണ്ട്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ അറിയുക എന്ന് അതിലല്ല, നമുക്ക് എന്തിനാണ് അമ്മ അവിടെ നിന്ന് കരഞ്ഞത്, എന്താണ് അതിൻ്റെ കാര്യം എന്നറിയാനുള്ള ഒരു ഉത്സുകത കൊണ്ട്, ഒരു കാര്യം കൊണ്ട് ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, എന്താണ് അമ്മയ്ക്ക്, എന്താണ് പ്രശ്നം. അമ്മ അവിടെ നിന്ന് ഞാൻ കണ്ടിരുന്നു, കല്യാണ സമയത്ത് അമ്മ അവിടെ നിന്ന് കരയുകയുണ്ടായിരുന്നു, അമ്മ കരഞ്ഞു, ഇപ്പോൾ ഇവിടെയും വന്നിട്ട് അമ്മ കരയുന്നുണ്ടായിരുന്നു, കണ്ണൊക്കെ തുടക്കുന്നത്, എന്തോ സ്വന്തമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, അമ്മാമ്മയ്ക്ക് നല്ല സുഖമില്ല ചേട്ടാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മാമ്മയ്ക്ക് എന്ത് പറ്റി? അപ്പോഴാണ് ബ്രിജിത്താമ്മ എന്ന് പറഞ്ഞ ആ തേവരക്കാരിയായിട്ടുള്ള അമ്മയുടെ, നമ്മൾ ആരുടെയും മനസ്സ് അലിഞ്ഞു പോകുന്ന, ആരും കരഞ്ഞു പോകുന്ന ആ സംഗതി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ ബ്രിജിത്താമ്മയുടെ കാര്യം ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുകയാണ്. ബ്രിജിത്താമ്മയുടെ സ്ഥലം തേവരയാണ്. ബ്രിജിത്താമ്മ തേവരയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രിജിത്താമ്മയ്ക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു. UC കോളേജിലാണ് പഠിച്ചത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു അഫെയർ വന്നു. ബ്രിജിത്താമ്മയുടെ വീട് ഒരു സാധാരണ കുടുംബമാണ്. അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. എല്ലാ ആളുകൾക്കും ധാരാളം സ്വപ്നങ്ങളുണ്ട്. മക്കളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് വിടുമ്പോഴേക്കും മക്കളെ പഠിപ്പിച്ച് നല്ല ജോലിയിലേക്ക് എത്തിക്കുക, അവരുടെ നല്ല രീതിയിൽ അവരുടെ വിവാഹം കഴിച്ചയക്കുക, അങ്ങനെയുള്ള കുറേ സ്വപ്നങ്ങളൊക്കെയുള്ള ആളുകളാണ്. മിക്കവാറും എല്ലാ മാതാപിതാക്കളും മക്കളെക്കുറിച്ച് അങ്ങനെയുള്ള സ്വപ്നങ്ങൾ കാണുന്ന ആളുകളാണ്, മിക്കവാറുമുള്ള എല്ലാ ആളുകളും. അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ബ്രിജിത്താമ്മയുടെ മാതാപിതാക്കൾ ബ്രിജിത്താമ്മയെ വളർത്തിയത്. പക്ഷേ ആ സമയത്ത് ആരും അറിയാതെ ബ്രിജിത്താമ്മ ഒരു പ്രണയത്തിൽ അകപ്പെടുകയും ആ പ്രണയത്തിൻ്റെ ഫലമായിട്ട് ബ്രിജിത്താമ്മയ്ക്ക് ഒരു സുപ്രഭാതത്തിൽ വീട്ടുകാർ ആരോടും അറിയിക്കാണ്ട് കോളേജ് കഴിഞ്ഞ് ഡിഗ്രി പഠനം കംപ്ലീറ്റ് ആയി ശേഷം ബ്രിജിത്താമ്മ തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷനോടുകൂടി ബ്രിജിത്താമ്മയ്ക്ക് അദ്ദേഹത്തോടൊപ്പം പോയിട്ട് ജീവിക്കാൻ ബ്രിജിത്താമ്മ തീരുമാനിക്കുകയും ആ തീരുമാനം എടുത്തതിന് ശേഷം ബ്രിജിത്താമ്മയുടെ വീട്ടിൽ നിന്നും ധാരാളം എതിർപ്പുകളും ധാരാളം പ്രശ്നങ്ങളുണ്ടായും. ബ്രിജിത്താമ്മയുടെ ഫാദറിന് ഹാർട്ട് അറ്റാക്ക് വരികയും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നത്. കാരണം മാതാപിതാക്കൾ അത്രമാത്രം എന്താ പറയുക, കെയറിങ്ങോടുകൂടി വളർത്തുന്ന മക്കൾ, അത്രമാത്രം പ്രതീക്ഷയോടുകൂടി വളർത്തുന്ന മക്കൾ അവരുടെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കാത്തു സൂക്ഷിക്കുമ്പോഴേക്കും ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ പോകുമ്പോഴേക്കും ആർക്കാണെന്നുണ്ടെങ്കിലും മാനസിക വ്യഥയും മാനസിക വിഷമവും ഉണ്ടാകുക സ്വാഭാവികമാണ്. ഇതുപോലെ തന്നെ ബ്രിജിത്താമ്മയെ അധികമായിട്ട് സ്നേഹിച്ചിരുന്ന ബ്രിജിത്താമ്മയുടെ മാതാപിതാക്കൾക്ക്, എസ്പെഷ്യലി ബ്രിജിത്താമ്മയുടെ പിതാവിന് പെട്ടെന്ന് ഒരു മാനസിക വിഷമം ഉണ്ടാകുകയും മകൾ ഒരാളോടുകൂടി ഒന്നും പറയാതെ ഒരാളുടെ കൂടി ഒളിച്ചോടി പോവുക, അയാളെ രജിസ്റ്റർ മാരേജ് കഴിച്ച് അയാളുടെ ഒപ്പം ജീവിക്കുക എന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ചില ബുദ്ധിമുട്ടുകൾ ആർക്കായാലും ഉണ്ടാകും. എന്താണെങ്കിലും ഞാൻ അതേക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല. ബ്രിജിത്താമ്മയുടെ അദ്ദേഹത്തിൻ്റെ കൂടെ കഴിഞ്ഞു. അവർ ആദ്യമൊന്നും വലിയ കുഴപ്പമില്ലാതെയൊക്കെ പോയി. 3-4 വർഷമായപ്പോഴേക്കും, 3 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുഞ്ഞ് അവർക്ക് പിറന്നു. ശീതൾ എന്നാണ് ബ്രിജിത്താമ്മ ആ പെൺകുട്ടിക്ക് പേരിട്ടത്. ശീതൾ വളരെ മിടുക്കിയായിട്ടുള്ള കുട്ടിയാണ്. ശീതളിൻ്റെ ജനനശേഷം ബ്രിജിത്താമ്മയുടെ ഭർത്താവിന് നേരിയ തോതിലുള്ള ചെറിയ സ്വരച്ചേർത്തുകളും മറ്റു പല കാര്യങ്ങളും ഒക്കെ അന്ന് വിവാഹിതം എന്താ പറയുക ഒളിച്ചോടി വന്നതായതുകൊണ്ട് അദ്ദേഹം കുറച്ചൊക്കെ ബ്രിജിത്താമ്മയുടെ ഫാമിലി അല്പം എക്കണോമിക്കലി കുറച്ചൊക്കെ സെറ്റിലായിട്ടുള്ള ഫാമിലിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒളിച്ചോടി അങ്ങനെ വന്നതാണെങ്കിൽ കൂടിയും എന്തെങ്കിലുമൊക്കെ അവരുടെ വീട്ടിൽ നിന്ന് കാലക്രമേണ കുറേ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഡൗറി അല്ലെങ്കിൽ സ്വർണം, പണം അല്ലെങ്കിൽ സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അത് ബ്രിജിത്താമ്മ ഒരിക്കലും വീട്ടുകാരിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് അതൊക്കെ വാങ്ങാനായിട്ട് ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയോ ചെയ്തിരുന്നില്ല. അതിൻ്റെ പേരിൽ ചെറുതായിട്ട് ചെറിയ വഴക്കുകളുണ്ടായി. വഴക്കുകൾ പിണക്കങ്ങളിലേക്ക് മാറി, അത് വലിയ പിണക്കമായി. അങ്ങനെ ബ്രിജിത്താമ്മയുടെ വിവാഹം കഴിഞ്ഞ് 5ാമത്തെ വർഷമായപ്പോഴേക്കും ബ്രിജിത്താമ്മയുടെ ഭർത്താവും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തി. അവർ സെപ്പറേറ്റഡ് ആയി. ബ്രിജിത്താമ്മയും കുഞ്ഞും തനിച്ചായി. തനിച്ചായപ്പോഴേക്കും തൻ്റെ കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് ഒരിക്കലും ബ്രിജിത്താമ്മ ആഗ്രഹിച്ചിരുന്നില്ല ബ്രിജിത്താമ്മ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലുക എന്നുള്ള കാര്യം. കാരണം താൻ ഒരാളുടെ കൂടെ, ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതിൻ്റെ പരിണത ഫലം ആ വീട്ടിലുണ്ടായ, ആ കുടുംബത്തിനുണ്ടായ, അല്ലെങ്കിൽ തൻ്റെ അപ്പച്ചനുണ്ടായ, അമ്മച്ചിക്കുണ്ടായ മാനസിക വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ബ്രിജിത്താമ്മയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വീണ്ടും അതുകൊണ്ട് ആ കുഞ്ഞുമായിട്ട് അവിടേക്ക് തിരിച്ചു കയറി ചെല്ലുക എന്ന് പറഞ്ഞാൽ ബ്രിജിത്താമ്മയ്ക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല.
അങ്ങനെ ബ്രിത്താമ്മ ഞാൻ പറഞ്ഞു ഗ്രാജുവേറ്റ് ആണ്. അങ്ങനെ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തപ്പോൾ നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരു ഫിനാൻഷ്യൽ കമ്പനിക്ക്, വലിയൊരു കമ്പനിയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനിയിൽ പിന്നെ അവിടെ ക്ലർക്കായിട്ട് ബ്രീത്താമ്മയ്ക്ക് ജോലി ലഭിച്ചു തമിഴ്നാട്ടിലേക്ക്. അങ്ങനെ മകൾക്ക് 3 വയസ്സാകുന്നതേ ഉള്ളൂ. ആ സമയത്ത് ബ്രീത്താമ്മ മകളുമായിട്ട് തമിഴ്നാട്ടിലേക്ക് ചേക്കേറി. വർഷങ്ങൾക്ക് മുമ്പുള്ള സംഗതിയാണ്. തമിഴ്നാട്ടിലേക്ക് ബ്രീത്താമ്മ ചേക്കേറി. അവിടെ ചെറിയ വടവീടും സംവിധാനങ്ങളൊക്കെ സംഘടിപ്പിച്ച് അവിടെ ആ ചെറിയ ഫിനാൻഷ്യൽ കമ്പനിയിൽ ബ്രീത്താമ്മ ക്ലർക്കായിട്ട് തൻ്റെ ജീവിതം അവിടെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അമ്മയും മകളും മാത്രമേ ഉള്ളൂ. ബ്രീത്താമ്മയ്ക്ക് എല്ലാം തൻ്റെ മകളാണ്. നല്ല സുന്ദരിയായിട്ട് ശ്രീധർ വളരെ മിടുക്കി കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കും, എല്ലാ ആക്ടിവിറ്റീസിനും വളരെയേറെ അഗ്രസീവായിട്ട് നിൽക്കുന്ന കുട്ടിയാണ്. അമ്മയെ വളരെ ഇഷ്ടമാണ്. ബ്രീത്താമ്മയ്ക്കും അമ്മയ്ക്കും മകൾക്ക് അമ്മയും മാത്രമുള്ള ലോകമാണ്. ബ്രീത്താമ്മയ്ക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം തൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് കാരണം ഇത്തരത്തിൽ മാറി മറിഞ്ഞത് ചില അപക്വമായ മനസ്സിൻ്റെ ചില തീരുമാനങ്ങളാണ് എന്ന് ബ്രീത്താമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ബ്രീത്താമ്മയുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തൻ്റെ മകളുടെ വിവാഹം വളരെ നന്നായ രീതിയിൽ തേവര പള്ളിയിൽ വെച്ച് നടത്തുക എന്നുള്ളത്. വളരെയേറെ ആഗ്രഹിച്ചിരുന്നതാണ് ആ പിതാവ്. അത് നടത്താനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് ബ്രീത്താമ്മ പെൺകുഞ്ഞുണ്ടായ സമയം മുതൽ ബ്രീത്താമ്മയ്ക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, മകളെ വലുതായി അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ കഴിച്ച് അവളുടെ സ്വന്തം കാലിൽ നിൽക്കുന്ന സമയമാവുമ്പോൾ അവളെ നല്ല രീതിയിലേക്കുള്ള ഒരു വിവാഹം നടത്തി കൊടുക്കുക. വീട്ടുകാരും നാട്ടുകാരും തൻ്റെ ഇടവക്കാരെ എല്ലാം വിളിച്ചിട്ട് അവിടെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് നന്നായിട്ട് ഒരു വിവാഹം നല്ല മംഗളമായി നടത്തി കൊടുക്കുക എന്നുള്ള ഒരേ ഒരു ഉദ്ദേശ ലക്ഷ്യം മാത്രമേ ബ്രീത്താമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിനായിട്ട് തൻ്റെ എല്ലാ പ്രയത്നങ്ങളും അതിലേക്ക് വേണ്ടി മാറ്റിവെച്ച ബ്രീത്താമ്മ എന്ന് പറഞ്ഞ അമ്മ ശീതൾ എന്ന് പറഞ്ഞ തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് തൻ്റെ സ്വപ്നങ്ങൾ സ്വരുക്കൂട്ടി തനിക്ക് സാധിക്കാൻ തൻ്റെ മാതാപിതാക്കൾ തന്നിൽ അർപ്പിച്ച സ്വപ്നങ്ങളൊന്നും തനിക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അത് തൻ്റെ മകളിലൂടെ ഫുൾഫിൽ ചെയ്യാനായിട്ട് ബ്രീത്താമ്മ എല്ലാ സംഗതികളും ഒരുമിച്ച് ഒരേപോലെ സ്വരുക്കൂട്ടി അതിനുവേണ്ടി പ്രയത്നിക്കും. അതിനു വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് വീട്ടുകാരുമായുള്ള കണക്ഷൻ കാലക്രമേണ നമുക്കറിയാമല്ലോ. ഏത് മുറിവുകളും കുറേ കഴിയുമ്പോൾ ആ മുറിവൊക്കെ ഹീലായിപ്പോവും. എല്ലാവരും മറക്കും, പൊറുക്കും. പുതിയ പഴയതൊക്കെ മാറി പുതിയത് വരുമ്പോഴേക്കും എല്ലാവരും പുതിയതിന് പിന്നാലെ പോകുമ്പോൾ പഴയതൊക്കെ മറക്കും. ബ്രീത്താമ്മയുടെ ഭർത്താവ് ഉപേക്ഷിച്ചതിന് ശേഷം വീട്ടുകാർക്ക് ബ്രീത്താമ്മയുടെ സോഫ്റ്റ് കോർണർ ഉണ്ടായിരുന്നു. ബ്രീത്താമ്മ വീട്ടിലേക്ക് വരുന്നതിനും പോകുന്നതിനൊന്നും വിലക്കുകളൊന്നും ഏർപ്പെടുത്തിയിരുന്നില്ല. നന്നായിട്ട് കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. പക്ഷേ ബ്രീത്താമ്മ ഒരിക്കലും ഒരു കാര്യത്തിനും ബ്രിജിത്ത് എന്ന് പറഞ്ഞ ആ സ്ത്രീയെ ഒരിക്കലും ഒരു കാര്യത്തിനും തൻ്റെ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ, കാരണം സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതായതുകൊണ്ട് ഒരിക്കലും വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്യാതെ തൻ്റെ മകളെ നന്നായിട്ട് പഠിപ്പിച്ചു, നന്നായിട്ട് വളർത്തി, നല്ല സ്കൂളിൽ അയച്ചു. കുഴപ്പമില്ലാതെ ജോലിയുണ്ട്. ബ്രീത്താമ്മയ്ക്ക് സ്വന്തം കാര്യം സിംഗിൾ മദറായിട്ട് ജീവിക്കാനും മുന്നോട്ട് പോകുവാനുള്ള കേപ്പബിലിറ്റി ഉണ്ടായതുകൊണ്ട് മുന്നോട്ട് പോകുകയായിരുന്നു. കാലം കടന്നുപോയി. ബ്രീത്താമ്മ ശീതൾ പിന്നെ PUC കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, നന്നായിട്ട് പഠിക്കും. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ശീതൾ ഇത് ചെയ്തു. അതേസമയത്ത് ടെമ്പററി ആയിട്ട് മറ്റൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയുണ്ടായിരുന്നു. പഠിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്തിട്ടാണ് മുന്നോട്ട് പോയത്. ആ സമയത്ത് ബ്രീത്താമ്മ നന്നായിട്ട് ശീതളിന് വേണ്ടി വിവാഹാലോചനകളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. വിവാഹാലോചനകളൊക്കെ ആലോചിക്കുന്ന സമയത്ത് അമ്മയുടെ മാനസികാവസ്ഥ അറിയാമെന്നതുകൊണ്ടായിരിക്കണം മകളെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. കാരണം ചെറുപ്പം മുതലേ ബ്രീത്താമ്മയുടെ ഉദ്ദേശം എന്താണ്, ബ്രീത്താമ്മയുടെ ലക്ഷ്യം എന്താണ്, ആ സ്ത്രീ ജീവിക്കുന്നത് എന്തിനാണ് എന്നുള്ള കാര്യം മകളായ ശീതൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതായതുകൊണ്ടാണ് തൻ്റെ നന്നായിട്ടുള്ള പ്രപ്പോസലും മാട്രിമോണിയിലൊക്കെ പരസ്യമൊക്കെ കൊടുക്കുമ്പോഴും നോക്കുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങളും നോക്കുമ്പോഴൊക്കെ മകളൊന്നും സംസാരിക്കാതെ അല്ലെങ്കിൽ ഒന്നും പറയാതെ ഇരുന്നത്. അങ്ങനെ നല്ല ഒരു ബന്ധം കണ്ടുപിടിച്ചു. പാലായിൽ നിന്നുള്ള ഒരു ബന്ധമാണ്. നല്ലൊരു ബന്ധം കണ്ടുപിടിച്ചു. അത്യാവശ്യം പയ്യൻ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ജോലിയുണ്ട്, എല്ലാ സംഗതികളുമുണ്ട്. അവരുമായിട്ടൊക്കെ സംസാരിച്ച് വീട്ടുകാര്യങ്ങളും എല്ലാം സംസാരിച്ചു. ഏകദേശമൊക്കെ സെറ്റായി. അത്യാവശ്യം വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ എല്ലാ സംഗതികളും നാട്ടിൽ നിന്ന് വെച്ച് നടത്താനായിട്ടും നാട്ടുകാരെയും അവരുടെ ബന്ധുക്കാരെയൊക്കെ തൻ്റെ വിവാഹം മോഡിയിൽ നന്നായിട്ട് നടത്താൻ സാധിക്കാതിരുന്നതിൻ്റെ എല്ലാ കേടുപാടുകളും തീർത്തിട്ട് ബ്രീത്താമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. വിവാഹം വരുമ്പോഴേക്കും ആ ഇടവകയിലുള്ള തങ്ങളുടെ ബന്ധുക്കാരും എല്ലാവരും വളരെ ആഹ്ലാദകരമായിട്ട് തൻ്റെ അപ്പച്ചൻ്റെ സ്വപ്നം എന്താണോ ആ സ്വപ്നത്തിൻ്റെ മുകളിൽ കുറച്ചുകൂടെ മുകളിലേക്ക് എല്ലാ സംഗതികളും വളരെ നന്നായിട്ട് മനോഹരമായി ചെയ്യാനായിട്ട് ആ അമ്മ സ്വപ്നങ്ങൾ മനസ്സിൽ സ്വരുക്കൂട്ടി. കാരണം അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അത് മാത്രമായിരുന്നു. അങ്ങനെ കല്യാണത്തിന് ഇനി 10-12 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. സ്വർണ്ണമൊക്കെ എടുത്ത് 10-35 പവൻ്റെ ഗോൾഡ് ബ്രീത്താമ്മ ഏൺ ചെയ്തിട്ട് എല്ലാം സംഘടിപ്പിച്ചെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ള ഒരുക്കങ്ങളൊക്കെയായി എല്ലാ സംഗതികളും എല്ലാം തയ്യാറായി. തൻ്റെ സ്വപ്നം പൂവണിയാൻ പോകുന്നത് തനിക്ക് സാധിക്കാതിരുന്നത് തൻ്റെ മകളിലൂടെ സാധിച്ച ബ്രീത്താമ്മ എന്ന് പറഞ്ഞ അമ്മ അനുഭൂതി അല്ലെങ്കിൽ നിർവൃതി അടയാനായിട്ട് ആ നിമിഷത്തിന് വേണ്ടി തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം സുപ്രഭാതത്തിൽ രാവിലെ ബ്രീത്താമ്മ എഴുന്നേറ്റപ്പോൾ വീട്ടിൽ മകളെ കാണാനില്ല. അവിടെ വീട് മുഴുവൻ നോക്കി, കാണാനില്ല. മകളുടെ മുറിയിൽ നോക്കിയപ്പോഴേക്കും അവിടെ എങ്ങുമില്ല. ഭിത്തിയിൽ ഒരു ചെറിയ പേപ്പറിൽ ഇത് എഴുതിയിരിക്കുന്നു, അമ്മ എന്നോട് ക്ഷമിക്കണം,
എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ പോകുന്നു. അമ്മയുടെ സ്വപ്നങ്ങൾ എനിക്കറിയാനില്ല, പക്ഷേ എനിക്ക് പോയേ മതിയാവൂ, ഞാൻ പോവുകയാണ്. ഒരു കാര്യം കൂടി, എനിക്കായിട്ട് അമ്മ സ്വരൂപിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളായ 35 പവൻ്റെ സ്വർണം ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് വിവാഹത്തിന് കുറച്ച് ദിവസം മാത്രമുള്ളപ്പോൾ തൻ്റെ മകൾ താൻ കരുതി വെച്ചിരുന്ന 35 പവൻ്റെ സ്വർണവുമായിട്ട് ആ മകള് ഒളിച്ചോടിപ്പോയിരിക്കുന്നു. തൻ്റെ ഇഷ്ടപുരുഷനുമായിട്ട് ഒളിച്ചോടിപ്പോയിരിക്കുന്നു. അതിന് മറ്റു കാര്യങ്ങൾ യാതൊന്നും എഴുതിയിട്ടില്ല. താൻ പോവുകയാണ്, തനിക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ പോവുകയാണ് എന്ന് പറഞ്ഞ് എഴുത്തെഴുതി വെച്ചിട്ട് പോയപ്പോൾ ആ അമ്മയുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. കാരണം നീണ്ട 25 വർഷങ്ങൾ ആ സ്ത്രീക്ക് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ മകളുടെ വിവാഹം ഭംഗിയായിട്ട് ആർഭാടമായി നടത്തുക, തനിക്ക് തൻ്റെ മാതാപിതാക്കളോട് താൻ ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തമായിട്ട് തൻ്റെ മകളുടെ വിവാഹം അവരുടെ മുമ്പിൽ വെച്ച് വളരെ പ്രൗഢിയായി, മനോഹരമായി, ഭംഗിയായി നടത്തുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടും തളരാതെ പതറാതെ ജീവിതത്തിൽ ഉറച്ച മനസ്സോടുകൂടി മുന്നോട്ട് പോവുകയും ജീവിക്കുകയും ചെയ്ത ബ്രിജിത്ത് എന്ന് പറഞ്ഞ അമ്മയ്ക്ക് മകൾ ശീതൽ ഏറ്റവും നൽകിയ നല്ല സമ്മാനമാണ് ഈ തരത്തിലുള്ള തനിക്ക് ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ കൂടെ അമ്മയുടെ എല്ലാ അനുരണനങ്ങളും മനസ്സിൻ്റെ എല്ലാ സംഗതികളും അറിയാവുന്ന ഒരു മകളാണെന്ന് ഓർക്കണം. നോക്കുകയുള്ളൂ, എത്രമാത്രം സ്വാർത്ഥരാണ് മക്കള്. മാതാപിതാക്കളെ ഒരു തരിമ്പ് പോലും മനസ്സിലാക്കാതെ തങ്ങളുടെ ജീവിതം വന്നപ്പോൾ, തങ്ങളുടെ ഇഷ്ടം വന്നപ്പോൾ, തങ്ങളുടെ പ്രണയം വന്നപ്പോൾ എല്ലാം തട്ടിത്തെറിപ്പിച്ചു. മറ്റ് സകലതും അവർക്ക് സെക്കൻഡറിയാണ്, അതിനൊന്നും യാതൊരുവിധ പ്രസക്തിയുമില്ല. എല്ലാം മറന്നു കഴിഞ്ഞു. ഒരു അമ്മയുടെ ആ ജീവിതം തന്നെ തനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച് മുന്നോട്ട് പോവുകയാണ് എന്ന് ശീതളിന് വളരെ വ്യക്തമായും സ്പഷ്ടവുമായിട്ട് അറിയാമായിരുന്നു. എന്നിട്ടും ആ മകൾ അങ്ങനെ ചെയ്തത് ഇപ്പോഴത്തെ ജനറേഷനിലെ മക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ മക്കളുടെയും ആത്മബന്ധം അല്ലെങ്കിൽ ഹൃദയബന്ധം എത്രമാത്രം ശിഥിലമായിരിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. ആ മകൾക്ക് എന്തുകൊണ്ടാണ് ആ അമ്മയെ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതിരുന്നത്? തനിക്കൊരു പ്രണയം വന്നപ്പോൾ, തനിക്കൊരു ഇഷ്ടം വന്നപ്പോൾ ഒരുപക്ഷെ മകൾ അമ്മയോട് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അമ്മയുടെ മനസ്സ് വേദനിച്ചാലോ അല്ലെങ്കിൽ അമ്മ ഒളിച്ചോടി പോരുന്നതാണ്. അമ്മ വേലി ചാടിയാൽ മകൾ മതിൽ ചാടും എന്നുള്ള ആ കീഴ്വഴക്കമുള്ളത് കൊണ്ട് അത് മനസ്സിലാകുമോ എന്ന് കരുതിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തു തന്നെയാണെങ്കിലും അതൊന്നും ശീതൾ തൻ്റെ പ്രണയം അമ്മയോട് പറയാതെ എല്ലാം ഹൈഡ് ചെയ്ത് വെച്ച ആ അമ്മയുടെ എല്ലാ സ്വപ്നങ്ങളും തട്ടിത്തെറിപ്പിച്ചിട്ട് എല്ലാ സ്വപ്നങ്ങളും കളഞ്ഞ് അമ്മയെ മരണത്തിലേക്ക് തള്ളിയിടാൻ പാകത്തിലേക്കാക്കിയിട്ടാണ് ആ അല്പ ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ ശീതൾ ഒളിച്ചോടിപ്പോയത്. ശീതളിൻ്റെ മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ശീതളിൻ്റെ ചിലപ്പോൾ മാനസിക സമ്മർദ്ദം ഉണ്ടായിരിക്കാം. ശീതളിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ശീതളിന് ഒരാളെ പ്രണയമാണ്, ആ പ്രണയം അമ്മയോട് പറയാൻ സാധിക്കത്തില്ല. അമ്മയോട് പറഞ്ഞാൽ ഒരിക്കലും അമ്മ സമ്മതിക്കത്തില്ല. അത്തരത്തിലുള്ളൊരു പ്രണയത്തിലായിരിക്കാം ശീതൾ ചെന്ന് അകപ്പെട്ടത്. പക്ഷേ അമ്മയുടെ സ്വപ്നങ്ങൾ, അമ്മയുടെ സങ്കല്പങ്ങൾ, അമ്മയുടെ ജീവിതം അതെല്ലാം പെൺകുട്ടി തകർക്കുന്നത്. ഇവിടെ ആരെയാണ് എനിക്ക് കുറ്റപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് ശീതളിനെ കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല. എനിക്ക് ഈ അമ്മയെക്കുറിച്ച് മാത്രം ഈ പെൺകുട്ടികൾ പറഞ്ഞു തന്നെ ഈ അമ്മയുടെ വിവരണങ്ങൾ മാത്രമേ അറിയുള്ളൂ. എന്ത് കഴിഞ്ഞാലും ആ സംഭവത്തിന് ശേഷം ബ്രിജിത്തിന്റെ മാനസിക നില ആകെപ്പാടെ തകരാറായി. ബ്രിജിത്തിനെ ഈ വിവരം അറിഞ്ഞതിന് ശേഷം ബ്രിജിത്തിന്റെ വീട്ടുകാരും ബന്ധുക്കൾ ബ്രിജിത്തിനെ തിരിച്ച് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ബ്രിജിത്തിനെ ആ കുട്ടിയുടെ ഒളിച്ചോടിപ്പോയ കുട്ടിയുടെ പേരിൽ മിസ്സിംഗ് കേസ് കൊടുക്കുകയോ കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് ബ്രിജിത്തിന് ഓർമ്മ വരും. ബ്രിജിത്ത് പറഞ്ഞ് വേണ്ട, അവള് പൊയ്ക്കോട്ടെ, അവളുടെ ജീവിതം അവൾ തിരഞ്ഞെടുത്ത് പോയി. ഞാൻ ചെയ്ത തെറ്റിന് ദൈവം എനിക്ക് വലിയ ശിക്ഷയാണ് എനിക്ക് നൽകിയത്. ഞാൻ ചെയ്ത തെറ്റിന് ദൈവം എനിക്ക് വലിയ ശിക്ഷ തന്നു, ഞാൻ ആ ശിക്ഷ സ്വീകരിക്കുകയാണ് എന്ന് പറഞ്ഞ് ബ്രിജിത്ത് സൈലന്റ് ആകുകയാണ് ചെയ്തത്. വീട്ടുകാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മാതാപിതാക്കൾ പ്രായമായ ആളുകളാണ്. ബ്രിജിത്തിന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇപ്പോഴും പ്രായമുണ്ട്. ബ്രിജിത്തിന് അധികം പ്രായമൊന്നുമില്ല. ബ്രിജിത്തിന് 54 വയസ്സാകുന്നതേ ഉള്ളൂ. ബ്രിജിത്തിന്റെ ചാച്ചനും അമ്മച്ചിയും എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ അവർ ആ മകളെ നെഞ്ചോട് ചേർത്ത് അവർ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ബ്രിജിത്തിന്റെ മാനസിക നില ആകെപ്പാടെ തകരാറായിരുന്നു. നാട്ടിലെ എവിടെയെങ്കിലും ഒരു വിവാഹം വന്നു കഴിഞ്ഞാൽ ആരോടും പറയാതെ ബ്രിജിത്ത് അണിഞ്ഞൊരുങ്ങും. ബ്രിജിത്ത് നല്ല സാരി എടുത്ത ആഭരണങ്ങളൊക്കെ ധരിച്ച് ബ്രിജിത്ത് ഓടും, അവിടേക്ക് പോകും ആ വിവാഹം കാണാനായിട്ട്. ആ വിവാഹ കൂതാശ നന്നായിട്ട് ഭംഗിയായിട്ട് കണ്ട് കണ്ണും മനസ്സും നിറഞ്ഞിട്ട് ബ്രിജിത്ത് കരയും. ബ്രിജിത്തിന് വേറെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ബ്രിജിത്ത് ഇങ്ങനെ കരയും. ബ്രിജിത്തിന് അതിന് പോകാൻ സാധിച്ചില്ലെങ്കിൽ ബ്രിജിത്ത് വയലന്റ് ആകും. ബ്രിജിത്ത് മറ്റുള്ള സംഗതികളിലേക്കൊക്കെ വ്യാപൃതിയാകുന്നതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി വന്നാൽ ബ്രിജിത്തിനെ തടയരുത് എന്ന് സൈക്യാട്രിസ്റ്റ് പറഞ്ഞതുകൊണ്ട് മാത്രം ബ്രിജിത്തിന് ആകെപ്പാടെ അനുഭൂതി ലഭിക്കുന്നത്, സന്തോഷം ലഭിക്കുന്നത്, സന്തോഷിക്കാനായിട്ട് വകയുള്ളത് വിവാഹം എന്ന കൂതാശ കാണുക മാത്രമാണ് ബ്രിജിത്ത്. അതുകൊണ്ട് എവിടെ വിവാഹമുണ്ടെങ്കിലും ബ്രിജിത്ത് ആരോടും പറയാതെ പത്രത്തിൽ നോക്കും, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ബ്രിജിത്തിന്റെ ആകെപ്പാടെയുള്ളത് എവിടെയാണ് വിവാഹം നടക്കുന്നത് എന്നാണ് ബ്രിജിത്ത് നോക്കുന്നത്.
ആ വിവാഹ പന്തലിലേക്ക്, ആ വിവാഹത്തിൻ്റെ ആ സ്ഥലത്തേക്ക് ബ്രീത്ത് ഓടി ചെല്ലും. അത് കാണും, കണ്ണു നിറഞ്ഞ് കാണും. അവിടെ നിന്ന് പൊട്ടിക്കരയും, ഏങ്ങലടിച്ച് കരയും. ബ്രീത്തിൻ്റെ സങ്കടങ്ങളും വ്യസനങ്ങളും ദുഃഖങ്ങളും ഒക്കെ ബ്രീത്ത് കരഞ്ഞ് തീർക്കും. എനിക്കറിയില്ല ഏത് തരത്തിൽ, ഏത് മാനസികാവസ്ഥയിലൂടെയാണ് അമ്മ കടന്നു പോകുന്നതെന്ന്. എന്നിട്ട് ബ്രീത്ത് എവിടെയെങ്കിലും പോയി ഒതുങ്ങിയിരിക്കും. തൻ്റെ സങ്കടവും ദുഃഖവും ഒക്കെ ഇങ്ങനെ കരഞ്ഞു തീർക്കുകയാണ്. ജീവിതത്തിൽ ആകെപ്പാടെ കിട്ടുന്ന ഒരേ ഒരു സന്തോഷം കല്യാണം കാണുക എന്നും മാത്രമാണ്. വർഷങ്ങളായിട്ട് ഇപ്പോൾ ബ്രീത്ത് എവിടെ വിവാഹം നിന്നാലും അവിടെ എല്ലാം കുറേ നാളുകളായത് ഇങ്ങനെ വിവാഹത്തിലേക്ക് പോയി കണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ബ്രീത്ത് തൻ്റെ ജീവിതം ആ രീതിയിലേക്കാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ബ്രീത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ബ്രീത്തിൻ്റെ കൂടെ ആരെങ്കിലും അവർക്ക് മനസ്സിലാവും, തീർച്ചയായിട്ടും അവർ പിന്നാലെ വരും. ചിലപ്പോൾ വീട്ടുകാരൊന്നും അറിയാതെ എവിടെയെങ്കിലുമൊക്കെ ഒരുങ്ങിപ്പോവുകയാണ്. അപ്പോൾ വീട്ടുകാർ ഫൈൻഡ് ഔട്ട് ചെയ്യും എവിടെയാണ് വിവാഹം നടക്കുന്നതെന്ന്. എന്നിട്ട് അവിടേക്ക് പോവുകയാണ് ഇന്ന്. അല്ലെങ്കിൽ സമീപത്തുള്ള ഏതെങ്കിലും പള്ളിയിലോ അമ്പലങ്ങളിലോ എവിടെയെങ്കിലും വിവാഹം നടക്കുവാണെങ്കിൽ അവിടെ ബ്രീത്ത് കാണും. കാരണം അവർക്കറിയാം ബ്രീത്ത് അവിടെ കാണും. ബ്രീത്തിനല്ല, അതാണ് ബ്രീത്തിൻ്റെ നേച്ചർ എന്നുള്ള കാര്യം. എനിക്ക് വളരെ വളരെ അത്യപൂർവമായിട്ടുള്ള ഈ അമ്മയുടെ ഈ മാനസികാവസ്ഥ എനിക്ക് നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, ശീതൾ എന്ന് പറഞ്ഞ മകളെക്കുറിച്ച് എനിക്ക് ചിന്തിച്ചു. ശീതളിൻ്റെ പേര് ശീതൾ എന്ന് തന്നെയാണ് കേട്ടോ. ശീതൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. എത്രമാത്രമാണ്, എത്ര എന്താ പറയുക, സ്വപ്നത്തിലോടുകൂടി, എത്ര സ്നേഹിച്ച്, എത്ര മമതയോട് കൂടിയിട്ടാണ്, എത്ര വാത്സല്യത്തോട് കൂടിയിട്ടാണ് ബ്രീത്താമ്മ ആ മകളെ വളർത്തി വലുതായി കൊണ്ടുവന്നിട്ട് ആ 10-24 വയസ്സ് വരെ ആയിക്കൊണ്ടുവന്നിട്ട് ഒരു നിമിഷം പോലും തൻ്റെ അമ്മയെക്കുറിച്ച് ചിന്തിക്കാതെ, അമ്മയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ആലോചിക്കാതെ, തൻ്റെ സ്വന്തം സുഖവും സ്വാർത്ഥതയും നോക്കിയിട്ട് നമുക്ക് അതൊക്കെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇത്രയും നാളായിട്ട് പോലും ആ കുട്ടി ഒന്ന് തിരിച്ചു വരികയോ തൻ്റെ അമ്മയെ അന്വേഷിക്കുകയോ തൻ്റെ അമ്മയുടെ മാനസികാവസ്ഥ എന്താണ് എന്ന് പോലും അറിയില്ല. ഇനി ശ്രീധൽ പെട്ടിരിക്കുന്നത് എന്തെങ്കിലും ചതിയിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലാണോ അതും അറിയില്ല. ആരും ശ്രീധലിനെ അന്വേഷിക്കാനായിട്ട് ആരും പോയിട്ടില്ല. ആ ചാപ്റ്ററെ അവർ മറന്നു കഴിഞ്ഞു. കാരണം അത് തീർച്ചയായിട്ടും മറക്കേണ്ടതാണ്. ഈ അമ്മയെ ഈ പരിസ്ഥിതിയിലേക്ക് ആക്കിയിട്ട് പോയ മകളെ പിന്നെ ആരന്വേഷിക്കാനാണ്? എത്രമാത്രം ടെറിഫിക് കണ്ടീഷനാണെങ്കിലും ആ മകൾ അത് അർഹിക്കുന്നതാണ്. ഈവൻ നല്ല കണ്ടീഷനാണെങ്കിലും മോശം കണ്ടീഷനാണെങ്കിലും. പക്ഷെ ഒരിക്കൽ പോലും ആ മകൾ അമ്മയെക്കുറിച്ച് ചിന്തിക്കുകയോ അമ്മയെ മനസ്സിലാക്കുകയോ അമ്മയുടെ വേദനയും വേവലാതിയും മനസ്സിലാക്കി മടങ്ങി വരികയോ ചെയ്തിട്ടില്ല. വീട്ടുകാർ ഇപ്പോഴും വിശ്വസിക്കുന്നു ഒരു സുപ്രഭാതത്തിൽ ശീതൾ മടങ്ങി വരും, അമ്മയെ ചേർത്ത് പിടിക്കും. ഒരുപക്ഷെ ശീതളിനെ കാണുമ്പോഴേക്കും അമ്മയുടെ മാനസികാവസ്ഥ പഴയ നിലയിലേക്ക് ഒരുപക്ഷെ തിരിച്ചു വന്നെങ്കിലോ എന്നുള്ള പ്രത്യാശയിലും പ്രതീക്ഷയിലുമാണ് അവർ. അതുകൊണ്ട് ശീതൾ ലോകത്ത് എവിടെയാണെങ്കിലും ഈ ട്രാവൽ വിത്ത് സുനുവിൻ്റെ ഈ എപ്പിസോഡ് കാണുന്നുണ്ടെങ്കിൽ ദയവായി മടങ്ങി വരിക. ഒരു ദിവസത്തേക്കെങ്കിലും മടങ്ങി വന്ന് ആ അമ്മയുടെ മുമ്പിലേക്ക് വരിക. അമ്മയുടെ കാലുകൾ തൊട്ട് നമസ്കരിക്കുക. അമ്മയൊന്ന് ചേർത്ത് പിടിക്കുക. അമ്മയ്ക്ക് ക്ഷമിക്കാനല്ലേ അറിയൂ. അമ്മമാർക്ക് എത്ര പറഞ്ഞാലും അതിലപ്പുറത്തേക്കൊന്നും ഒരമ്മയ്ക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അല്പം ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വയലൻ്റ് ആയിരിക്കും. പക്ഷേ അതിലുപരിയായിട്ട് അമ്മ എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു വികാര കടലാണ്. സ്നേഹവും വാത്സല്യവും മമതയും മാത്രമാണ് ആ നെഞ്ചിനുള്ളിൽ. എത്രയൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ദേഷ്യഭാവങ്ങളുണ്ടെങ്കിലും അമ്മ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. അമ്മ ദൈവമാണ്. അത് മറക്കാതിരിക്കുക ശ്രീധർ. തീർച്ചയായിട്ടും മടങ്ങി വരുമോ എന്ന് അപേക്ഷിക്കുന്നു. എനിക്കറിയില്ല എങ്ങനെയാണ് നമ്മളുടെ ഈ ബ്രീത്താമ്മയെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പറയും, ഈ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് എത്രമാത്രമാണ് വലിച്ചു നീട്ടി പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും എനിക്കിങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. എനിക്കിതൊന്നും ഒരു വാക്കിലോ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിലൊന്നും എനിക്ക് ആളുകളുടെ സങ്കടം, മാനസികാവസ്ഥ, വിഷമം, ദുഃഖമൊക്കെ നിങ്ങൾ പറയുന്ന പോലെ എനിക്കങ്ങനെ ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല. എൻ്റെ മാനസികാവസ്ഥ തന്നെ അതിലേറെ എത്രമാത്രം ഇതൊക്കെ കേൾക്കുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടും ദുഃഖത്തിലുമാണ് എനിക്കറിയാമോ. അതുകൊണ്ട് എല്ലാവരോടും വീണ്ടും സ്നേഹത്തിൻ്റെ ഭാഷയിൽ, നന്ദിയുടെ ഭാഷയിൽ ഞാൻ സ്നേഹം അറിയിക്കുകയാണ്. വീണ്ടും ഇതുപോലുള്ള സത്യത്തിൻ്റെ കഥയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കും. തീർച്ചയായിട്ടും ബ്രീത്താമ്മയ്ക്ക് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ. ആ അമ്മയുടെ മുന്നിലേക്ക് അമ്മയുടെ മകൾ വരട്ടെ. വിവാഹങ്ങൾ കണ്ട്, വിവാഹ കൂതാശകൾ കണ്ട് മാത്രം സായോജ്യമടഞ്ഞ് തൻ്റെ ജീവിതത്തിൻ്റെ ഗതി എവിടേക്കാണെന്നറിയാതെ മുന്നോട്ട് നീങ്ങുന്ന ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്. നാളെ വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുന്നിൽ എത്തും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.